കർമാന്യ പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിലൊക്കെ പറയുന്ന ഒരു വിവരമാണ്. നമ്മുടെ ഒരു സംഘപ്രവർത്തകൻ, അവനെ പോപ്പുലർ ഫ്രണ്ട് SDPക്കാർ ഒരു കള്ളക്കേസിൽ കുരുക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ വേണം. അപ്പോൾ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് ബന്ധങ്ങളുണ്ട്, അവരെയൊക്കെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ വിഷയം അവതരിപ്പിക്കാനുള്ള ആ ഒരു പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയതുകൊണ്ട് ഇന്ന് ഞാനിവിടെ ഒരു UPI ട്രാൻസാക്ഷൻ വേണ്ടി ഗൂഗിൾ പേക്ക് വേണ്ടിയിട്ടും Paytm അല്ലെങ്കിൽ മറ്റ് UPI ട്രാൻസാക്ഷന് വേണ്ടിയിട്ടുള്ള 2 നമ്പറുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഈ നമ്പറുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്ത ഗൾഫിലൊക്കെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാണിക്കുന്നുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ഇതിവിടെ കാണിക്കാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സംഘപ്രവർത്തകന് അദ്ദേഹം ജയിലിൽ പോവാതിരിക്കാൻ വേണ്ടി ഒരു നിയമ പോരാട്ടത്തിലാണ് നമ്മൾ. അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പൊ അതിലേക്ക് പറ്റുന്നവരെല്ലാവരും സഹായിക്കുക. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും 2 ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് പറയുകയാണ്, ആവർത്തന വിരസതയായിട്ട് ആരും തോന്നരുത്. അത്രയും വലിയൊരു അത്യാവശ്യ ഘട്ടമായതുകൊണ്ടാണ്. ഇന്ന് ഫീൽഡിൽ ഒരുപാട് കറങ്ങി കുറച്ച് കാശൊക്കെ കിട്ടി, പക്ഷെ വലിയ സംഖ്യയാണ് വേണ്ടത്. അപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാവരും പലതുള്ളി പെരുവെള്ളം എന്നല്ലേ ഉള്ളത്. അപ്പൊ അത്തരത്തിലുള്ള പെരുവെള്ളത്തിലേക്ക് പറ്റുന്ന എല്ലാവരും പല തുള്ളികളായിട്ട് സഹായിക്കണമെന്ന് വീണ്ടും പറയണം. ഇനി ഈ വീഡിയോ കഴിഞ്ഞാൽ ഈ വിഷയത്തിന്റെ വിശദമായിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം, എന്താണ് വിഷയം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ് സർ ഈ ഒരു ന്യൂക്ലിയർ ബോംബിനെ സാർ കാണുന്നത്? നമ്മൾ ഇതിനെ ഇന്ന് നോക്കിക്കാണുന്നത് വ്യത്യസ്തമായ ഒരു ആംഗിളിലാണ്. അതായത് സാധാരണ കേരളത്തിൽ സാമ്പത്തിക വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച നടക്കുമ്പോൾ പലപ്പോഴും ആ ചർച്ചകളിൽ ഇരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, 2 പക്ഷത്തുമുള്ളവർ, അതായത് സർക്കാരിന്റെ പക്ഷത്തുള്ളവരും സർക്കാരിനെതിരായിട്ട് സംസാരിക്കുന്നവരും നിഷ്പക്ഷരായിട്ട് നിന്ന് സാമ്പത്തിക വിദഗ്ധർ, വിഷയ വിദഗ്ധർ എന്ന നിലയിൽ സംസാരിക്കുന്നവരും ഉപയോഗിക്കുന്ന സാങ്കേതിക പദങ്ങൾ കൊണ്ട് മലയാളിക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അത്തരം സാങ്കേതികത്വം ഒഴിവാക്കി പച്ച മലയാളത്തിൽ മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യനെ പേടിപ്പിക്കുന്ന പരിപാടിയൊന്നും നമുക്ക് വേണ്ട. നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തകർന്ന സമ്പദ് വ്യവസ്ഥയുള്ള സർക്കാർ കേരള സർക്കാരാണ്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. കേരള സർക്കാർ പോലും അത് നിഷേധിക്കുന്നില്ല. സത്യമാണ്, ഞങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സഹായം വേണം, കേന്ദ്രം പൈസ തരണം എന്ന് മാത്രമാണ് കേരള ഗവൺമെന്റ് പറയുന്നത്. അല്ലാതെ ഞങ്ങൾ സാമ്പത്തികമായി ഭദ്രമാണെന്നൊന്നും സർക്കാർ പറയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് കേരളം തകർന്നു? ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ് നിൽക്കുന്നത്? ഈ കാര്യം ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 75 വർഷം മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമായിരുന്നു. അന്ന് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ കൃഷി ഉണ്ടായിരുന്നു, വ്യവസായം ഉണ്ടായിരുന്നു. വൻകിട വ്യവസായമല്ല എങ്കിൽ പോലും വ്യവസായം ഉണ്ടായിരുന്നു, കയറ്റുമതി ഉണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടും വളരെ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിനുണ്ടായിരുന്നു. പക്ഷേ 75 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറി. എന്താണ് ഇതിന് കാരണം? എന്താണ് ഇതിന് കാരണം എന്ന് കണ്ടുപിടിച്ചാൽ തന്നെ എന്താണ് പരിഹാരം എന്നുള്ളതും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ആ കാരണങ്ങളിലേക്ക് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ഒന്ന് കടന്നു വരാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ, EMS മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, വളരെ വലിയ സാമ്പത്തിക വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഒരുങ്ങി. അതായത് ഭൂപരിഷ്കരണ നിയമം, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക, ഭൂമിയുള്ളവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വിപ്ലവം എന്നുള്ള നിലയിൽ ഒരുങ്ങി. പക്ഷെ സംഭവിച്ചത് എന്താണ്? ഇപ്പൊ പാടശേഖരങ്ങൾ, ചാലയിൽ പണിക്കർ, ജോർജ് മുരിക്കൻ ഇങ്ങനെയുള്ളവരുടെ കയ്യിലൊക്കെ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ഏക്കർ നെൽപ്പാടങ്ങൾ പിടിച്ചെടുത്തു, സാധാരണക്കാർക്ക് വീതിച്ചു കൊടുത്തു. എന്ത് സംഭവിച്ചു? നെൽകൃഷി മുടങ്ങിപ്പോയി എന്നല്ലാതെ ഒന്നും സംഭവിച്ചില്ല. എന്നാൽ എസ്റ്റേറ്റുകൾ, റബ്ബർ എസ്റ്റേറ്റുകൾ, തേയില, കാപ്പി, ഏലം, ഇതൊന്നും പിടിച്ചെടുത്തില്ല. അത് സാധാരണക്കാർക്കൊട്ട് കൊടുത്തില്ല. അന്ന് അതൊക്കെ പിടിച്ചെടുത്തിരുന്ന് 1 ഏക്കർ വീതമെങ്കിലും വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ ധാരാളം പേര് രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ അത് പിടിച്ചെടുത്തില്ല. കാരണം എന്താണ്? അവരുടെ സാമ്പത്തിക ശക്തി, അവരുടെ സാമ്പത്തിക ലോബി കമ്മ്യൂണിസത്തെ പോലും അട്ടിമറിക്കാൻ മാത്രം കരുത്തുള്ളതായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ആരും ചർച്ച ചെയ്യാത്ത ഒരു കാരണം അതിന്റെ പിന്നിലുണ്ട്. അത് മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിലായിരുന്നു. ഇപ്പൊ കേരളത്തിലുള്ള 100 കണക്കിന് എസ്റ്റേറ്റുകൾ നോക്കിയാൽ ഹിന്ദുവിന്റെ കയ്യിലുള്ള എസ്റ്റേറ്റ് എന്ന് പറയാൻ വിരലിൽ എണ്ണാനുള്ള എസ്റ്റേറ്റേ ഉള്ളൂ. എസ്റ്റേറ്റ് എന്ന് പറയുന്ന നിർവചനം തന്നെ 50 ഏക്കറിന് മുകളിൽ വരുന്നതിന് മാത്രമാണ് എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 50 ഏക്കറിന് മുകളിലുള്ള ഹിന്ദുവിന്റെ എണ്ണം കേരളത്തിൽ കൈവിരലിൽ എണ്ണാൻ പോലും ഇല്ല. പക്ഷെ ബാക്കി 100 കണക്കിനുള്ളത് ക്രിസ്ത്യൻ മുസ്ലിം എസ്റ്റേറ്റ് ആയിരുന്നത് കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിൽ തൊട്ടില്ല, കോൺഗ്രസ്സുകാർ തൊട്ടില്ല.
അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള സമത്വത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ ഭൂപരിഷ്കരണം തന്നെ മതവർഗീയ ശക്തികൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോയി. ഇത് സാമ്പത്തിക രംഗത്തുണ്ടായ ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, സർക്കാർ ശമ്പളം സ്വകാര്യ മേഖലയിലെ സ്കൂൾ കോളേജ് അധ്യാപകർക്ക് നൽകാനുള്ള തീരുമാനം. ഇതും EMS മന്ത്രിസഭയുടെ കാലത്ത്, ജോസഫ് മുണ്ടശ്ശേരിയുടെ കാലത്ത് എടുത്ത ഒരു തീരുമാനമാണ്. ഇന്ത്യയിലെ ഇപ്പോഴും ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു നിയമമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത് കാര്യമാണ്. അതായത് കത്തോലിക്ക സഭ, NSS, SNDP, അതുപോലെ മുസ്ലിം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ അടക്കമുള്ള MES എഡ്യൂക്കേഷൻ സൊസൈറ്റി, MES അടക്കമുള്ള ധാരാളം സ്ഥാപനങ്ങളിലെ ശമ്പളം കൊടുക്കുന്നത് സർക്കാരും അവരെ നിയമിക്കുന്നത് മതജാതി മാനേജ്മെന്റും എന്നൊരു തീരുമാനം കൊണ്ടു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു തീരുമാനം. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടായി? കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ സ്വകാര്യ സ്കൂൾ കോളേജ് അധ്യാപകർക്ക് ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കേണ്ടി വന്നു. എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ 2.5 ലക്ഷം, ഇപ്പൊ 5 ലക്ഷത്തിലേറെ ഖജനാവിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ളവർ ആരാണ്? ബാക്കി മതജാതി സംഘടനകളുടെ. ഈ മതജാതി സംഘടനകളുടെ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട്. അത് നമ്മളൊന്ന് അറിയണം. ഇപ്പോ NSSന് 23 എയ്ഡഡ് കോളേജുകളുണ്ട്, SNDPക്ക് 24 എയ്ഡഡ് കോളേജുകളുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഒരു 50 ഓളം എയ്ഡഡ് കോളേജുകൾ NSSനും SNDPക്കും കൂടെ ഉണ്ട്. എന്ന് പറയുമ്പോൾ എണ്ണം കൊണ്ട് വളരെ വലുതാണ്. പക്ഷെ NSSന്റെ കയ്യിലിരിക്കുന്ന പെരുന്ന NSS കോളേജ് ഒഴികെ, ചങ്ങനാശ്ശേരി NSS കോളേജ് ഒഴികെ ബാക്കിയുള്ള 22 NSS കോളേജുകളിലെ അധ്യാപകരെ മുഴുവൻ കൂടി ഒന്നിച്ചു കൂട്ടിയാൽ ഒരു കത്തോലിക്ക കോളേജിലെ അധ്യാപകരുടെ എണ്ണം വരികയില്ല. അതായത് എണ്ണം മാത്രമേ ഉള്ളൂ, വണ്ണമില്ല. പക്ഷെ പറയുമ്പോഴോ 24 കോളേജിലെ മുഴുവൻ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്ന് പറയും. പക്ഷെ അധ്യാപകരുടെ എണ്ണമോ അതാരും പറയാറില്ല. ഇതുപോലെ കോളേജുകൾ പോലെ തന്നെ സ്കൂളുകൾ, NSSന്റെ കയ്യിൽ 96 സ്കൂളുകളുണ്ട്, SNDPയുടെ കയ്യിൽ 94 സ്കൂളുണ്ട്. ഏതാണ്ട് 200-നടുത്ത്, അതായത് 190 സ്കൂളുകൾ NSSനും SNDPക്കും കൂടെയുണ്ട്. ബാക്കിയുള്ള ചെറിയ ചെറിയ ജാതി സംഘടനകൾക്ക് എല്ലാം കൂടെ കൂട്ടിയാൽ പോലും ഹിന്ദുവിന് മൊത്തം കേരളത്തിലെ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 200. എന്നാൽ അതേസമയം ക്രിസ്ത്യൻ എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം, മുസ്ലിം എയ്ഡഡ് സ്കൂളുകളുടെ എണ്ണം 1000-ന് മുകളിലാണ്. അപ്പോൾ ഈ പണമെല്ലാം ഇങ്ങോട്ട് പോകുന്നു. സംഘടിത ക്രൈസ്തവ ഇസ്ലാമിക മതങ്ങളിൽപ്പെട്ടവരുടെ ലക്ഷക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ, അതിനകത്ത് കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ വരും. അപ്പോ അവരെല്ലാം ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ആൾക്കാര് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് ശമ്പളം കൊടുക്കണം എന്നുള്ള ആദ്യ കാലഘട്ട തീരുമാനം, EMS മന്ത്രിസഭയുടെ കാലത്തെ തീരുമാനം. ഇത് രണ്ടുമാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള അടിസ്ഥാനപരമായ കാരണം. ആരും ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. കാരണം ചർച്ച ചെയ്താൽ പേടിയാ, വോട്ട് പോകും. ക്രിസ്ത്യാനി എതിരാകും, മുസ്ലിം എതിരാകും, NSS എതിരാകും, SNDP എതിരാകും. അതുകൊണ്ട് മിണ്ടണ്ട, ആരും മിണ്ടുകയില്ല. മറ്റൊരു സംസ്ഥാനത്തിനും ഈ പ്രശ്നമില്ല. ഇത് EMSന്റെ കാലഘട്ടത്തിൽ തുടങ്ങി. പിന്നെ ഇങ്ങോട്ട് വന്ന് ഈ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യയശാസ്ത്രം, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് കേരളത്തിൽ സംഘടന ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുപോലെ സംഘടിപ്പിച്ചത് കർഷകരെയാണ്, കർഷക സംഘടനകൾ. പക്ഷെ പിന്നീട് ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ കർഷക സംഘടനകളുടെ സ്ഥാനം മാറി കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ എന്നിട്ട് വരെ തൊഴിലാളി സംഘടന എന്ന നിലയിലേക്ക് മാറി. കർഷക സംഘടന ഇപ്പം പേരിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഹ്മണ വിഭാഗം എന്ന് പറയുന്നത് ജാതി ബ്രാഹ്മണരെ അല്ല ഞാൻ പറയുന്നത്, പ്രിവിലേജ്ഡ് സൊസൈറ്റി എന്ന നിലയിൽ പ്രത്യേക അവകാശ അധികാരങ്ങളുള്ള സൊസൈറ്റിയായി സർക്കാർ ഉദ്യോഗസ്ഥരെ മാറ്റി. കേരളത്തിന്റെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പഴയകാല ബ്രാഹ്മണാധിപത്യം എന്നൊക്കെ പറയുമല്ലോ, ബ്രാഹ്മണ മേധാവിത്വം. ആ ബ്രാഹ്മണ മേധാവിത്വമാണ് ഇന്നത്തെ സർക്കാർ ഉദ്യോഗസ്ഥ മേധാവിത്വം. ഈ സർക്കാർ ഉദ്യോഗസ്ഥ മേധാവിത്വം എന്ന് ഞാൻ പറയാൻ വ്യക്തമായ കാരണം, അവരാണ് അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത്. സർക്കാരാണെന്ന് നമ്മൾ പറയും, ഒരിക്കലുമല്ല. അവരാണ് അവരുടെ ശമ്പളം തീരുമാനിക്കുന്നത്. ഉദാഹരണം, ഇലക്ട്രിസിറ്റി ബോർഡ്. ഇലക്ട്രിസിറ്റി ബോർഡാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ശമ്പളം തീരുമാനിക്കുന്നത്. ഇപ്പൊ മറ്റ് മേഖലകളിലോ എന്ന് ചോദിച്ചാൽ ട്രേഡ് യൂണിയൻ ശമ്പളം തീരുമാനിക്കുന്നു, സർക്കാരിന്റെ മുമ്പിൽ സമരം ചെയ്യുന്നു. സർക്കാർ എന്ന് പറയുന്നത് ആരാണ്? ഈ ട്രേഡ് യൂണിയന്റെ രക്ഷകർത്താക്കളാണ് സർക്കാർ. ഉടനെ അവര് ശമ്പളം കൂട്ടിക്കൊടുക്കുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും 10 വർഷം കൂടുമ്പോൾ ശമ്പളം കൂട്ടുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം
5 വർഷം കൂട്ടുമ്പോൾ ശമ്പളം കൂട്ടും. എത്ര വലിയ ഹൈക്കാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഖജനാവ് ശൂന്യമാകും. ഇതെല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ നികുതി കുടിശ്ശിക. കേരളത്തിലെ നികുതി പിരിക്കുന്നതിൽ കഴിഞ്ഞ തവണ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് 28,400 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്. അത് ഈ സംസ്ഥാനത്തെ വലിയ സമ്പന്നരുടെ കുടിശ്ശികയാണ്. അതായത് ക്വാറി മുതലാളിമാരുടെ, ബാറ് മുതലാളിമാരുടെ, സ്വർണ്ണക്കടക്കാരുടെ, ജൗളിക്കടക്കാരുടെ, അങ്ങനെയുള്ളവരുടെ വലിയ ബിസിനസ്സുകാരുടെ കുടിശ്ശികയാണ് 28,400 കോടി രൂപ പിരിച്ചെടുക്കാൻ. സാധാരണക്കാരന്റെ ഒന്നും പിരിച്ചെടുക്കാനില്ല. സാധാരണക്കാരൻ സോപ്പ് മേടിക്കുമ്പോൾ, തീപ്പെട്ടി മേടിക്കുമ്പോൾ, മെഴുകുതിരി മേടിക്കുമ്പോൾ, ബൾബ് മേടിക്കുമ്പോൾ, പലവ്യഞ്ജനങ്ങൾ മേടിക്കുമ്പോൾ, പച്ചക്കറി മേടിക്കുമ്പോൾ അപ്പൊ തന്നെ അതിന്റെ നികുതി അവനെ എടുക്കുന്നുണ്ട്, സർക്കാർ എടുക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ നികുതിയെ തൊടാൻ പേടിയാണ്. CAG ചോദിച്ചു എന്തുകൊണ്ട് പിരിക്കത്തില്ല.